محمد النبي الأمي. സമരസാക്ഷ്യമായി മമ്പുറം. ഇത് 18-ാം നൂറ്റാണ്ടിലെ കേരളം. വർണ്ണവിവേചനവും ജാതീയതയും ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുന്ന യുഗം. മനുഷ്യരെ തരംതിരിച്ചെണ്ണുകയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കണക്ക് നോക്കി അവരെ മാത്രം ബഹുമാനിക്കുകയും ആദരിക്കുകയും മറ്റുള്ളവരെ നികൃഷ്ടജീവിയായി തരം താഴ്ത്തുന്ന പ്രവണതയിൽ വീർപ്പുമുട്ടി കഷ്ടപ്പെടുന്ന നിരവധി മനുഷ്യക്കോലങ്ങൾ. പട്ടിണി, ദാരിദ്ര്യം, അജ്ഞത, അന്ധവിശ്വാസം, അതിനൊക്കെ പുറമെ ചാതുർവർണ്ണ്യമെന്ന ഏച്ചുകെട്ടലുകളും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇങ്ങനെ: ബ്രാഹ്മണക്ഷത്രിയ വിഷാം ശുദ്രനാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈ ഗുണൈ. ഹേ ശത്രുതാപന, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുടെ കർമ്മങ്ങൾ സ്വഭാവസിദ്ധങ്ങളായ ഗുണങ്ങൾ നിമിത്തം വേർതിരിച്ച് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ സമൂഹത്തെ വിഭജിച്ച് വേർതിരിച്ച് താഴ്ന്നവനെന്നും മുന്തിയവനെന്നും തരംതിരിച്ച് അധസ്ഥിത വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിൽ വീർപ്പുമുട്ടിയും പേടിച്ചും പട്ടിണി കിടന്നും
സ്വന്തം ദൈവത്തെപ്പോലും ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥ. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه. സ്വന്തം മതത്തിൽ പോലും രക്ഷയില്ലാത്ത ഈ താഴ്ന്ന ജാതിക്കാരും ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ കൃഷി ചെയ്യുന്ന കുടിയാന്മാരും ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും എന്നും കയ്പുനീർ മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീകളും എല്ലാവരും നിസ്സഹായർ. വലിയ പപ്പടം കൂട്ടി ചോറുണ്ണാനോ നെടുമ്പുര കെട്ടി താമസിക്കാനോ അനുമതിയില്ലാത്ത ഈ പാവം ജനതയെ ക്രൂശിക്കാനും പീഡിപ്പിക്കാനും മാത്രമായി ജനിച്ച ജന്മിക്കൂട്ടങ്ങൾ. രക്ഷപ്പെടാൻ മതം മാറ്റം മാത്രമേ വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന നിരവധി മനുഷ്യർ. കുമാരനാശാൻ ദുരവസ്ഥയിൽ സൂചിപ്പിച്ച പോലെ ജാതിവ്യവസ്ഥയില്ലാത്ത മുസ്ലിമിന്റെ മതത്തിലെ സാമുദായിക ആനുകൂല്യം ഒട്ടേറെ താഴ്ന്ന ജാതിക്കാർക്ക് മതപരിവർത്തനം ചെയ്യാൻ പ്രേരണ നൽകി. ഇതായിരുന്നു 18-ാം നൂറ്റാണ്ട്. ഒരു വശത്ത് ജാതീയത, മറുവശത്ത് ജന്മിയുടെ കൊടും ക്രൂരത. മലബാറിലെ ഭൂമിയൊക്കെയും ജന്മിക്ക് പൈതൃകമായി ലഭിച്ചത്. അവൻ കൃഷി ചെയ്യില്ല, നെയ്യനങ്ങില്ല. അവന്റെ ഭൂമിയിൽ കുടിയാന് കൃഷി ചെയ്യാം, പാട്ടം നൽകണം. കുടിയാന് വീട് കെട്ടി താമസിക്കാം. പക്ഷേ ജന്മി പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങണം. അവന്റെ വീട്ടിൽ ജന്മിക്ക് കയറി നിരങ്ങാം, ചോദ്യം ചെയ്യാൻ പാടില്ല. ജന്മിയെ ദൈവതുല്യം കാണണം. കുടിയാൻ താഴ്ന്നവനാണ്, അവനെ ഏതു നിലക്കും ചൂഷണം ചെയ്യാം. ഈ നിലപാടുകൾക്കൊക്കെ ഭരണകൂടവും കൂട്ടുനിന്നു. ടിപ്പുവിന്റെ ആഗമനം കുടിയാന്മാരുടെ ഐശ്വര്യകാലമായിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ പതനത്തോടെ നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷ് ഭരണവും ജന്മികളും കുടിയാനെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ പൊറുതിമുട്ടിയ ജനം നിൽക്കക്കള്ളിയില്ലാതെയായി. അവർ സംഘടിച്ചു. ജന്മിത്വത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, നാട്ടുരാജാക്കന്മാർക്കെതിരെ അവർ ശക്തമായി പ്രതികരിച്ചു. പ്രതികാരത്തിനു വേണ്ടിയല്ല, സ്വയം നിലനിൽപ്പിന് വേണ്ടി. അതൊരു യുദ്ധമായി, കലാപമായി, സ്വാതന്ത്ര്യ സമരമായി, ജന്മികുടിയാൻ സംഘട്ടനമായി പല നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടു. അതാണ് 18-ാം നൂറ്റാണ്ട്. ഇത് കോഴിക്കോട് കടപ്പുറം, മലബാറിന്റെ ഹൃദയ കവാടം. വിദേശ രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകളുടെ വാണിജ്യ കഥ പറയാനുണ്ട് ഈ തുറമുഖ നഗരത്തിന്. ആദ്യം അറബികളും പിന്നീട് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് തുടങ്ങിയ അധിനിവേശ ശക്തികളും പാദമൂന്നിയത് ഈ തീരത്ത് തന്നെ. പ്രവാചക കുടുംബത്തിന്റെ പിന്തുടർച്ചക്കാരനായ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി എന്നവർ യമനിൽ നിന്നും ഇവിടെ വന്നു. കോഴിക്കോട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റു. സാമൂതിരി രാജകീയമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. കുറ്റിച്ചിറയിലായിരുന്നു
അദ്ദേഹത്തെ താമസിപ്പിച്ചത്. محمد النبي الأمي وعلى آله وصحبه وسلم. അതാണ് മാളിയേക്കൽ ഭവനം. അല്പകാലശേഷം അദ്ദേഹത്തിന്റെ പിതൃസഹോദരപുത്രൻ ഷെയ്ഖ് ഹസൻ ജിഫ്രിയും കോഴിക്കോട്ടെത്തി. അദ്ദേഹം പിന്നീട് തിരൂരങ്ങാടി താലൂക്കിലെ AR നഗർ പഞ്ചായത്തിലെ മമ്പുറം എന്ന സ്ഥലത്ത് താമസമാക്കി. ഹസൻ ജിഫ്രി മമ്പുറത്ത് കുടുംബസമേതം താമസിക്കുന്ന അവസരത്തിൽ അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. വളർന്നു വലുതായ കുഞ്ഞിന് പറ്റിയ ഒരു വരനെ ഷെയ്ഖ് ജിഫ്രി കണ്ടെത്തി. ഹളറമൗത്തിലെ തരീം പട്ടണത്തിൽ ജീവിച്ച തന്റെ സഹോദരപുത്രനായ സയ്യിദ് അലവിയെയായിരുന്നു അത്. ഹളറമൗത്തിലെ തരീം പട്ടണത്തിൽ ജനിച്ച സയ്യിദ് അലവി മൗലദ്ദവീല സ്വന്തം കുടുംബക്കാരനായിരുന്നതിനാലും ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്രം തുടങ്ങിയ മതവിഷയങ്ങളിൽ അഗ്രഗണ്യനും തികഞ്ഞ സൂഫിവര്യനുമായിരുന്നതിനാലും തന്റെ മകൾക്ക് എന്തുകൊണ്ടും യോജിച്ച വരൻ തന്നെയായിരുന്നു. ഷെയ്ഖ് ജിഫ്രി യമനിലേക്ക് ഒരു എഴുത്തയച്ചു. 1770 സയ്യിദ് അലവി തങ്ങൾ തന്റെ 22ാമത്തെ വയസ്സിൽ കേരളത്തിലെത്തി. ഹസൻ ജിഫ്രിയുടെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു. അങ്ങനെ സയ്യിദ് അലവി തങ്ങൾ അറബി നാട്ടിൽ നിന്നും മലബാറിലേക്ക് കുടിയേറുകയായിരുന്നു. പീഡിതരും മർദ്ദിതരുമായ സമൂഹത്തിന് ഒരു നേതാവിനെ ലഭിക്കുകയായിരുന്നു. മലബാറിലെ ദയനീയമായ അവസ്ഥ അലവി തങ്ങളെ വേദനിപ്പിച്ചു. അദ്ദേഹം സമൂഹത്തിന്റെ ഗതി നിയന്ത്രിക്കാൻ തുടങ്ങി. അനീതിക്കെതിരെ പടനയിച്ചു. മുതൽ 1843 വരെയുള്ള ദീർഘകാലയളവ് ശരിക്കും പ്രയോജനപ്പെടുത്തി. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും പെരുമാറ്റത്തിൽ മനം മടുത്തവർക്ക് മമ്പുറം തങ്ങൾ ഒരു നേതാവായി മാറുകയായിരുന്നു. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ പ്രതികരിക്കണം എന്ന തത്വം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു. അനീതിക്കെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം നൽകി. അധിനിവേശ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദിച്ചു. ഒന്നാം തരം സ്വാതന്ത്ര്യ സമര പോരാളിയായി മാറി. കേരളത്തിലെത്തുന്ന അറബി പണ്ഡിതർ പൊതുവെ കടലോര മേഖലയാണ് തിരഞ്ഞെടുക്കാറ്. എന്നാൽ മമ്പുറം തങ്ങൾ മലബാറിലെ കുന്നും പ്രദേശമായ മമ്പുറത്താണ് താമസിച്ചത്. മാപ്പിള കലാപങ്ങളുടെ തുടക്കക്കാരും സാമ്രാജ്യത്വ വിരുദ്ധരുമായ ചെമ്പൻ പോക്കർ, അത്തൻ കുരിക്കൾ, ഐദറോസ് കുട്ടി തുടങ്ങിയവർ തങ്ങളുടെ ശിഷ്യന്മാരായി മാറിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. അധിനിവേശ വിരുദ്ധ സമരത്തിന് മമ്പുറം തങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായി രംഗത്തിറങ്ങി.
കുട്ടിച്ചിറ, ചേറൂർ, മഞ്ചേരി, തൃക്കളൂർ സംഘട്ടനങ്ങൾ വർഗീയ ലഹളയാക്കി മാറ്റാനാണ് പല ചരിത്രകാരന്മാരും ശ്രമിക്കുന്നത്. എന്നാൽ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വർഗീയവാദിയായിരുന്നില്ല. മറിച്ച് അധസ്ഥിത വിഭാഗക്കാർ, പ്രത്യേകിച്ച് കുടിയാന്മാർ തുടങ്ങി അവർണ വിഭാഗത്തിന് താങ്ങും തണലുമായി മാറുകയായിരുന്നു അദ്ദേഹം. തന്റെ കാര്യസ്ഥന്മാരിൽ പ്രധാനിയായി കോന്തുനായർ എന്ന ഹൈന്ദവനുണ്ടായിരുന്നു. ഇത് ചരിത്രത്തിൽ വ്യക്തമായി കാണുന്നു. മാത്രമല്ല, കോമൻ കുറുപ്പെന്ന ഹൈന്ദവൻ തങ്ങളുടെ പ്രധാന പണിക്കാരൻ തന്നെയായിരുന്നു. മലബാറിലെ അവർണന്റെ ഉത്സവമായ കോഴിക്കളിയാട്ടം എല്ലാ വർഷവും മുന്നിയൂർ കളിയാട്ടക്കാവിൽ അരങ്ങേറുന്നുണ്ട്. ഇതിന്റെ ചരിത്രമെന്താണെന്ന് ഒരു വേള ചികഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങാടിപ്പുറത്തുള്ള ഒരവർണ സ്ത്രീയെ അവിടെയുള്ള ബ്രാഹ്മണ മേധാവികൾ മാനസിക ശാരീരിക പീഡനമേൽപ്പിച്ചപ്പോൾ അവൾക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുമുണ്ടായില്ല. മമ്പുറത്തെ തമ്പ്രാന്റെ മുമ്പിലെത്തി ആ ഹരിജന സ്ത്രീ ആവലാതി ബോധിപ്പിച്ചു. എനിക്ക് നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു, തമ്പ്രാൻ സഹായിക്കണം. കളിയാട്ടമുക്കിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് കാവുണ്ടാക്കി അവിടെ ധ്യാനിക്കാനാണ് തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, കോഴിക്കളിയാട്ട മഹോത്സവം വെള്ളിയാഴ്ച നടത്താൻ പറഞ്ഞതും തങ്ങളായിരുന്നു. നാളിതുവരെയായി ഹരിജനങ്ങൾ എല്ലാ വർഷവും പൊയ്ക്കുതിരയുമായി കളിയാട്ടക്കാവിലെത്തുന്നത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം തന്നെയാണ്. കൂടാതെ അമുസ്ലിങ്ങൾ ഇന്നും ആവലാദികളുമായി മമ്പുറത്ത് വരുന്നതും അതുകൊണ്ട് തന്നെ. മതസൗഹാർദ്ദത്തിന്റെ പ്രധാന വശം തങ്ങളുടെ പ്രവൃത്തിയും വാക്കും തന്നെയായിരുന്നു. അനീതിക്കെതിരെയാണ് തങ്ങൾ പടനയിച്ചത്. എന്നാൽ തങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുടെ ദുഷ്ചെയ്തി തങ്ങൾക്ക് സഹിച്ചില്ല. തങ്ങളെ അപമാനിക്കുക മാത്രമല്ല, അയാൾ ചെയ്ത അനീതിയായിരുന്നു ചേറൂർ പടക്ക് കാരണമായത്. താഴ്ന്ന ജാതിക്കാർ നിരന്തരം ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്ന കാലഘട്ടം. ബ്രാഹ്മണ മേധാവിത്വത്തിൽ നിന്നും സ്വതന്ത്രരാവാനും അടിമജീവിതത്തിൽ നിന്നും മോചനം നേടാനും 18-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിലേക്ക് നിരവധി പേർ മതപരിവർത്തനം നടത്തി. ഇങ്ങനെ മതപരിവർത്തനം ചെയ്തവരിൽ കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുടെ ജോലിക്കാരുമുണ്ടായിരുന്നു. ആയിരത്തി 1843 ഒക്ടോബർ 19 തിരൂരങ്ങാടി, വെന്നിയൂർ, ചേറൂർ എന്നീ സ്ഥലങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. കാരണം ഇതായിരുന്നു: കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുടെ 6ഓളം ജോലിക്കാർ ഇസ്ലാം ആശ്ലേഷിച്ചു.
ചക്കി എന്നു പേരായ ഹരിജൻ സ്ത്രീക്ക് ഒരുതരം മാറാരോഗം പിടിപെടുകയും നിരവധി ചികിത്സ നടത്തിയിട്ടും അത് മാറാതെ വന്നപ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്തെത്തുകയും ചെയ്തു. നല്ലൊരു നാട്ടുവൈദ്യനായ തങ്ങൾ ചികിത്സ നിർദ്ദേശിക്കുകയും ചക്കിക്ക് സുഖമായാൽ മുസ്ലിമാവാൻ തയ്യാറാണെന്ന് ചക്കി അറിയിക്കുകയും ചെയ്തു. ചക്കിയുടെ അസുഖം മാറുകയും ചക്കിയും കൂടെ 5 പേരും മുസ്ലിമാവുകയും ചെയ്തു. ഇത് കപ്രാട്ട് പണിക്കർക്ക് ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിമായാൽ അയിത്തമില്ല എന്ന നിലക്ക് ചക്കി പണിക്കരുടെ വരാന്തയിൽ അടിച്ചു വൃത്തിയാക്കാൻ കയറി. എന്നാൽ പണിക്കർ ചക്കിയെ ഉപദ്രവിക്കുകയും കുപ്പായം വലിച്ചു കീറുകയും ചെയ്തു. പണിക്കരുടെ ഈ ദുഷ്ചെയ്തി തങ്ങൾ അറിഞ്ഞപ്പോൾ കൃഷ്ണപ്പണിക്കരിൽ നിന്നും ഇത് ഉണ്ടായല്ലോ എന്ന ദുഃഖം തങ്ങളിൽ നിഴലിച്ചു കണ്ടു. അദ്ദേഹം 2-3 ദിവസം സന്ദർശകരെ സ്വീകരിച്ചില്ല. ആരോടും സംസാരിച്ചതുമില്ല. മാപ്പിളമാർക്ക് ആധിയായി, വേദനയായി, ദുഃഖമായി. തങ്ങളുടെ മനോവിഷമം മനസ്സിലാക്കി പൊന്മളക്കാരനായ പൂവാടൻ മൊയ്തീൻ, പട്ടർക്കടവൻ ഹുസൈൻ, ചേറൂർക്കാരൻ മൂസക്കുട്ടി, ചോലക്കൽ ബുഹാരി തുടങ്ങിയവർ കപ്രാട്ട് കൃഷ്ണപ്പണിക്കരെ വധിക്കാൻ തീരുമാനിച്ചു. അവർ തീരുമാനം നടപ്പാക്കുകയും ചേറൂരിൽ എത്തി അവിടെ ഇരിപ്പായി. ബ്രിട്ടീഷ് പട്ടാളം അവരെ വളഞ്ഞപ്പോൾ അതൊരു യുദ്ധമായി മാറി. പൊരിഞ്ഞ പോരാട്ടം തന്നെ ചേറൂരിൽ നടന്നു. ഈ കലാപത്തിൽ മമ്പുറം തങ്ങളും പങ്കെടുത്തതായി ചരിത്രം പറയുന്നു. ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന് വെടിയേറ്റെന്നും തൽഫലമായി അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഒരേ സമയം മാപ്പിള സമൂഹത്തെ ദിശാബോധം നൽകി വളർത്തുകയും അതേസമയം തന്നെ അധിനിവേശത്തിനെതിരെ പടപൊരുതാൻ അദ്ദേഹത്തിനാവുകയും ചെയ്തു എന്നത് കൗതുകകരമായി തോന്നാം. മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ പരിഷ്കർത്താവാണ് തങ്ങൾ. മതപ്രബോധനവും പള്ളി നിർമ്മാണങ്ങളും അദ്ദേഹം നടത്തി. മലബാറിൽ 100ഓളം പള്ളികൾ നിർമ്മിക്കാൻ അദ്ദേഹം അക്കാലത്ത് പരിശ്രമിച്ചിരുന്നു. താനൂർ വടക്കേ പള്ളി, കൊടിഞ്ഞി ജുമുഅത്ത് പള്ളി, ചാപ്പനങ്ങാടി, കാനഞ്ചേരി, മുന്നിയൂർ, വെളിമുക്ക്, മുട്ടിച്ചിറ, പൊന്മുണ്ടം മുതലായവ ഉദാഹരണങ്ങൾ മാത്രം. ജാതീയതയ്ക്കെതിരെ ശക്തമായി പടപൊരുതിയ തങ്ങൾ മനുഷ്യസ്നേഹത്തിന്റെ അധ്യായങ്ങളാണ് സമൂഹത്തിന് പഠിപ്പിച്ചത്.
പാണ്ഡിത്യത്തിൻ്റെ പ്രകാശഗോപുരമായിരുന്നു, ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു, വിനയത്തിൻ്റെ പ്രകാശനമായിരുന്നു, സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വക്താവായിരുന്നു. തനിക്ക് കിട്ടിയതൊക്കെയും അശരണരുടെ കണ്ണീരൊപ്പാൻ ഉപയോഗിച്ചു ദാനശീലത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്ന തങ്ങൾ. എന്നാൽ അടിയുറച്ച നിലപാടുകൾക്ക് എന്നും മുമ്പിൽ നിന്നു. പ്രലോഭനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ധാരാളമുണ്ടായി. അതൊന്നും ആ ഉറച്ച മനസ്സിന് മുമ്പിൽ വിലപ്പോയില്ല. ഗവൺമെന്റിന് എന്നും പേടിസ്വപ്നമായിരുന്ന മമ്പുറം തങ്ങളെ നാടുകടത്താൻ പലതവണ ശ്രമിച്ചിട്ടും ജനരോഷം ഭയന്ന് അതൊക്കെയും നടക്കാതെ പോയി. ആയിരത്തി 1841 നടന്ന മുട്ടിച്ചിറ കലാപം ശ്രദ്ധേയമാണ്. തോട്ടശ്ശേരി താച്ചുപണിക്കർ എന്ന നമ്പൂതിരി മുസ്ലിങ്ങളുടെ ആരാധനാലയം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന് ഒത്താശ ചെയ്യുകയും ചെയ്തപ്പോൾ മാപ്പിളമാർ താച്ചുപണിക്കരെ വകവരുത്തി. ശേഷം അവിടെ ഘോരമായ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിന് സയ്യിദ് അലവി തങ്ങളുടെ സർവ്വ പിന്തുണയും ഉണ്ടായിരുന്നു. മുട്ടിച്ചിറ കലാപത്തിന് ശേഷമത്രേ അദ്ദേഹം അസൈഫുൽ ബത്താർ അലാമൻ യുവാഫിൽ കുഫാർ വയത്തഹിദുഹും മിൻ ദൂനില്ലാഹി വറസൂലിഹി വൽ മുഅ്മിനീന വൽ അൻസാർ എന്ന അതിപ്രശസ്തമായ സൈഫുൽ ബത്താർ രചിച്ചത്. എട്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ കൃതിയിൽ. കാഴ്ചയിൽ ചെറുപ്പമെങ്കിലും തീപാറുന്ന രേഖയായിരുന്നു അത്. എല്ലാ മഹല്ലുകളിലേക്കും രഹസ്യമായി അയച്ച കൃതി ബ്രിട്ടീഷുകാർ വീടുകളും മറ്റും സെർച്ച് ചെയ്ത് നശിപ്പിച്ചു. സൈഫുൽ ബത്താർ കൈവശം വയ്ക്കുന്നതും വിതരണം ചെയ്യുന്നതും വായിക്കുന്നതും സർക്കാർ കർശനമായി വിലക്കി. ഒരു കൃതിയെ ഇത്രയധികം ഗവൺമെന്റ് ഭയപ്പെട്ടത് അത് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ കരങ്ങളാലായതുകൊണ്ടാണ്. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ മതഭ്രാന്തനാക്കാൻ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടന്ന മലബാറിലെ ആദ്യത്തെ സമരമാണ് ചേറൂർ കലാപം. നേരിന്റെ വഴിയും നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച ആ പണ്ഡിതന്റെ മുമ്പിൽ നാനാജാതി മതസ്ഥരും വന്നു നിന്നു. വിവാഹമായാലും വീടുമാറ്റമായാലും രോഗമായാലും ഏത് താഴ്ന്ന ജാതിക്കാരനും അവിടെ വരാം. മുസ്ലിമിന്റെ വിവാഹത്തിൽ മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരന്റെ വിവാഹത്തിനും മമ്പുറം തങ്ങൾ അതിഥിയായിട്ടുണ്ട്. ജനമനസ്സുകളിൽ എന്നും ജീവിക്കുന്ന ആ ദിവ്യ ജ്യോതിസ് 1844 ജനുവരി 24 ഇഹലോകവാസം വെടിഞ്ഞു. മമ്പൂറപ്പൂമഖാമിലെ മൗലദ്ദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദ് അലവി റളിയല്ലാഹ്. മമ്പൂറപ്പൂമഖാമിലെ മൗലദ്ദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദ് അലവി റളിയല്ലാഹ്.
ഹക്കിൽ മൂത്തവർ ഹലർ മൗതുദീത്തവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ കശഫും കറാമത്തേറ്റിയേ ഖൈറായ ദീനെ പോറ്റിയേ മശഹൂരിൻ സത്തി പാറ്റിയേ മജ്ദൂബൻ റളിയല്ലാഹ് മമ്പൂറ പൂമഖാമിലേ കഷ്ടം ഇരുൾ കടലിന്ന് കപ്പക്കാരും വിളിച്ചന്ന് ചിട്ടേ വെളിച്ചം ചൂട്ടുന്ന് കാട്ടിടെ തെങ്ങിൻ മോളിന്ന് കണ്ടേ വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി കൊണ്ടാനെ പുണ്യ സന്നിധി ഗുണമുത്തോരിൻ റളിയല്ലാഹ് മമ്പൂറ പൂമഖാമിലേ മൗലദ്ദവീലവാസിലേ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാഹ് മമ്പൂറ പൂമഖാമിലേ മൗലദ്ദവീലവാസിലേ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാഹ്. ഇത് മമ്പുറം. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. കടലുണ്ടിപ്പുഴയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന മഖാം പണ്ടുകാലം മുതലേ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഷെയ്ഖ് ഹസൻ ജിഫ്രിയുടെ ഖബർ സിയാറത്തിനായി നിരവധി പേർ അന്ന് എത്തുമായിരുന്നു. അലവിത്തങ്ങൾ മുൻകൈയെടുത്ത് അവിടെ ഒരു മഖാം പണിതു. അലവിത്തങ്ങളും അന്ത്യവിശ്രമത്തിന് കൊതിച്ചതും ഇവിടെയായിരുന്നു. പതിനേഴ് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഖാമിൽ 11ഓളം ഖബറുകളുണ്ട്. സയ്യിദ് അലവി തങ്ങളുടെ പൗത്രൻ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങളാണ് ഇന്നത്തെ രൂപത്തിൽ മഖാമും പള്ളിയും വികസിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതകലാലയമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കാണ് ഇപ്പോൾ ഇതിന്റെ ഭരണച്ചുമതല. സയ്യിദ് ഫസൽ തങ്ങൾ, അജയ്യനായ പിതാവിന്റെ പോരാളിയായ പുത്രൻ. അദ്ദേഹമാണ് സയ്യിദ് ഫസൽ തങ്ങൾ. പിതാവിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജന്മിത്വവിരുദ്ധ സമരത്തിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ ഫസൽ തങ്ങൾ ക്രിസ്തുവർഷം 1824 ജനിച്ചത്. പിതാവിന്റെ തണലിൽ ഉലമാക്കളുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചു. 1844 തന്റെ പിതാവ് മരിക്കുമ്പോൾ ഫസൽ തങ്ങൾക്ക് പ്രായം 20. കൊച്ചുപ്രായത്തിൽ തന്നെ മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. എന്നാൽ കുശാഗ്രബുദ്ധിയും അറിവ് നേടാനുള്ള ജിജ്ഞാസയും അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തി. 20ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിലേക്ക് പോയി. ഹജ്ജും ഉംറയും നിർവഹിച്ച് അവിടെ 6 വർഷത്തോളം താമസിച്ചു. ഇവിടെ നിന്നായിരിക്കണം അദ്ദേഹം അധിനിവേശ വിരുദ്ധ തരംഗത്തിന്റെ കയ്പുനീർ രുചിച്ചറിയുന്നത്. 1849 സയ്യിദ് ഫസൽ മലബാറിൽ തിരിച്ചെത്തി. മതവിജ്ഞാന മേഖലകളിൽ അദ്ദേഹത്തെ സമൂഹം അംഗീകരിച്ചു. നാനാജാതി മതസ്ഥരെയും തങ്ങൾ സ്വാധീനിച്ചു. മതപ്രബോധനവും മതത്തിന്റെ വക്താക്കളെ ശുദ്ധീകരിക്കലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം. അതിനായി അദ്ദേഹം നിരവധി മസ്ജിദുകൾ സ്ഥാപിച്ചു. മമ്പുറം പള്ളി തന്നെ അതിന് ഒരു ഉദാഹരണമാണ്.
മനുഷ്യൻ എന്ന പദത്തിന്റെ സാരം പൊതുജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. മമ്പുറം പള്ളിയിലെ ജുമുഅ ഖുതുബകൾ അദ്ദേഹം ഇതിനായി വിനിയോഗിച്ചു. ഈ മിമ്പറിൽ വെച്ചാണ് അദ്ദേഹം സമരപ്രഖ്യാപനം നടത്തിയത്. ജന്മിത്തത്തിനെതിരെ കുടിയാൻ പടപൊരുതണം എന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അംഗീകരിക്കരുതെന്നും അദ്ദേഹം ഉത്ബോധനം നടത്തി. അദ്ദേഹത്തിന്റെ ഫത്വകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അന്യായമായി കുടിയൊഴിപ്പിക്കുന്ന ജന്മിയെ വധിക്കുന്നത് പാപമല്ല എന്ന ഫത്വ അന്ന് മലബാറിൽ കോളിളക്കമുണ്ടാക്കി. തന്റെ ഖുതുബയിൽ അദ്ദേഹം പ്രസ്താവിച്ചു: ജന്മിക്ക് മുമ്പിൽ താണുകൂണു വണങ്ങരുത്, ജന്മികളുടെ ഉച്ഛിഷ്ടം കഴിക്കരുത്, ജന്മികളെ തമ്പ്ര എന്ന് അഭിസംബോധന ചെയ്യരുത്, വെള്ളിയാഴ്ച പണിക്ക് പോകരുത്. ഈ ഫത്വകൾ സമൂഹത്തിൽ ബ്രിട്ടീഷ് ജന്മി വിരുദ്ധ സംഘടനകൾക്ക് കാരണമായി. മികച്ച ഗ്രന്ഥകർത്താവായ സയ്യിദ് ഫസൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമത്രേ ഉദ്ദത്തുൽ ഉമറ. ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം ലി ഇആനത്തിൽ കഫറത്തി വ അബ്ദത്തിൽ അസ്നാം എന്നാണ് കൃതിയുടെ മുഴുവൻ പേര്. സത്യനിഷേധികളെയും വിഗ്രഹാരാധകരെയും അവഗണിക്കാൻ നേതാക്കൾക്കും വിധികർത്താക്കൾക്കുമുള്ള മുന്നറിയിപ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഫസൽ പൂക്കോയ തങ്ങൾ പലപ്പോഴായി എഴുതിയ ലഘുലേഖകളുടെ സമാഹാരമാണ് ഇത്. സെയ്ഫുൽ ബത്താർ പോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പേടി സ്വപ്നമായിരുന്നു ഈ കൃതിയും. അന്നത്തെ കലക്ടർ HV കനോലി ഈ പുസ്തകം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. മാപ്പിള കലാപങ്ങളുടെ സൂത്രധാരൻ എന്ന നിലയിൽ ഫസൽ തങ്ങളെ ബ്രിട്ടീഷുകാർ നോട്ടമിട്ടു. പ്രലോഭനങ്ങൾക്ക് വഴങ്ങില്ല. അറസ്റ്റ് ചെയ്താൽ മലബാറിൽ ലഹള ഉറപ്പ്. ഇത്തരം ഒരു പരിതസ്ഥിതിയിൽ ആരുമറിയാതെ തങ്ങളെ നാടുകടത്താനാണ് ഗവൺമെന്റ് ശ്രമിച്ചത്. അങ്ങനെ കുതന്ത്രങ്ങളിലൂടെ 1852 മാർച്ച് 19 സയ്യിദ് ഫസലിനെയും കുടുംബത്തിലെ 50ഓളം പേരെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരോരുമറിയാതെ നാടുകടത്തി. എന്നിട്ടും മലബാറിലെ 8000ഓളം മാപ്പിളമാർ തങ്ങളെ യാത്രയാക്കാൻ കടപ്പുറത്ത് തടിച്ചുകൂടി. സയ്യിദ് ഫസൽ യാത്രയായതോടെ മലബാർ അനാഥമായി. ഫസൽ തങ്ങളെ നാടുകടത്തിയ ബുദ്ധി കലക്ടർ കൊനോലിയുടേതാണ് എന്ന സംസാരത്തിൽ കൊനോലിയെ മാപ്പിളമാർ പിന്നീട് വധിച്ചു കളഞ്ഞു. നാടുവിട്ട സയ്യിദ് ഫസലിന് തിരിച്ചുവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നിരുന്നു. അദ്ദേഹം സുഫാറിലെ അമീറായി. സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ക്യാബിനറ്റിൽ അംഗമായി. അങ്ങനെ നിരവധി സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നിട്ടും മലബാറിലേക്ക് തിരിച്ചുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
പക്ഷേ 77-ാം വയസ്സിൽ അദ്ദേഹത്തെ മരണം പിടികൂടി. ഇസ്തംബൂളിൽ വെച്ചാണ് ആ മഹാത്യാഗിവര്യൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. സുൽത്താൻ മഹ്മൂദിന്റെ ഖബറിനരികെ അദ്ദേഹം മറമാടപ്പെട്ടു. തുർക്കി സുൽത്താൻമാർ വരെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനെത്തി എന്നത് ചരിത്രം. നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടിന്റെ വീരനായകനായിരുന്ന മമ്പുറം തങ്ങൾ ഉപയോഗിച്ച പാദരക്ഷ. താനൂരിൽ പവിത്രമായി ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ ത്യാഗോജ്വലമായ കഥ പറയുന്ന ഒറ്റത്തൂൺ പള്ളിയും മിമ്പറും. ഒരു ഭക്തിസാന്ദ്രമായ ജീവിതത്തിന്റെ തിരുശേഷിപ്പുകളായി നിലനിൽക്കുന്ന തലപ്പാവ്. തങ്ങൾ പാപ്പ ഇരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കട്ടിൽ. മമ്പുറം തങ്ങളുടെ വാളുകൾ. സൈഫുൽ ബത്താർ, ഉദ്ദത്തുൽ ഉമറ തുടങ്ങിയ കൃതികളുടെ പുറംഭാഗം. ആ മഹാമനീഷി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ. ഔഷധ വിൽപ്പന രംഗത്ത് പതിറ്റാണ്ടിന്റെ പരിചയസമ്പത്തുള്ള PMSA ഫാർമസി പാണക്കാടിന്റെ തിരുമുറ്റത്ത് പ്രൗഢിയോടെ പ്രവർത്തിക്കുന്നു. പ്രശസ്ത കമ്പനികളുടെ ആയുർവേദ യൂനാനി മരുന്നുകൾ, പച്ചമരുന്നുകൾ, പറിമരുന്നുകൾ, തറിമരുന്നുകൾ, മേൽമരുന്നുകൾ, ഗർഭകാല പ്രസവരക്ഷാ മരുന്നുകൾ തുടങ്ങി എല്ലാവിധ മരുന്നുകൾക്കും സമീപിക്കുക PMSA ഫാർമസി പാണക്കാട്. ഔഷധശാല പ്രത്യേകമായി നിർമ്മിക്കുന്ന മരുന്നുകൾ, മദ്യപാനികൾക്ക് ലഹരിമുക്തി ചികിത്സാ മരുന്നുകൾ, അപസ്മാര നെയ്യ്, അപസ്മാര ഗുളിക തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കുന്ന മരുന്നുകളാണ്. PMSA ഫാർമസി പാണക്കാട്, മലപ്പുറം. ഫോൺ 9947231116. ബക്ക ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഉംറ സർവീസ് പാണക്കാട്. ഹജ്ജ് ഉംറ സേവന രംഗത്ത് അനേകം വർഷങ്ങളായി സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബക്ക ഹജ്ജ് ഉംറ സർവീസിന്റെ 2010 ബുക്കിംഗ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ച വിവരം സന്തോഷപുരസ്സരം അറിയിക്കുന്നു.